നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അടുത്ത കാലത്ത് നമ്മൾ ഡോറയ്ക്ക് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ണായ തിയറി കേട്ടിരുന്നു. ഡോറ ക്യാരക്ടറിന് ഒരു കുഴപ്പവുമില്ലെങ്കിലും നമുക്ക് ഡോറ കാർട്ടൂണിന് പിന്നിലെ ഏറ്റവും വലിയ ശക്തമായ ഒരു തിയറി നോക്കാം. ഡോറ കാർട്ടൂണിന് കാരണമായ യഥാർത്ഥ ഒരു സ്റ്റോറിയുണ്ട്. ഇതൊരു ഡാർക്ക് സ്റ്റോറിയാണ്, പക്ഷെ നിലവിൽ ഇതൊരു കോൺസ്പിറൻസി തിയറിയാണ്. ഡോറ കാർട്ടൂണിന്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത് ക്രിസ് ഗ്രിഫോർഡ് ആണ്. ഇദ്ദേഹത്തിന് കെന്നി ഗാർസിയ എന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോറി നടക്കുന്നത് 1995-ലാണ്. ഈ സമയം കെന്നി ഗാർസിയ മെക്സിക്കോയിലെ എൽപാസോ ടെക്സാസ് എന്ന സ്ഥലത്ത് പഠിക്കുകയായിരുന്നു. ആ ഒരു സമയം അവിടെ ഇമിഗ്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് ആളുകൾ മെക്സിക്കോയിലേക്ക് കുടിയേറി താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോളേജ് അവധിയായ ദിവസങ്ങളിൽ കെന്നി ഗാർസിയ ഈ ക്യാമ്പുകൾ സന്ദർശിക്കാനായി വരുമായിരുന്നു. അവിടെ 100 കണക്കിന് കുടിയേറ്റക്കാരുണ്ട്. ഇവരെ എല്ലാവരെയും കെന്നി നോക്കുകയായിരുന്നു. ഒരു ദിവസം കെന്നി ക്യാമ്പിലേക്ക് കയറിയപ്പോൾ അവിടെ വെച്ച് 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. വളരെ ടെൻഷൻ അടിച്ച് പേടിച്ച് നിൽക്കുന്ന ഒരു കുട്ടി. കെന്നി ആ കുട്ടിയോട് പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോറ മാർക്യൂസ് എന്ന് പറഞ്ഞു. ആ ഒരു ക്യാമ്പിൽ ഡോറ മാർക്യൂസ് ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഡോറ മാർക്യൂസിന്റെ പേരൻസ് ആരും തന്നെ ആ ഒരു ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല. ഡോറ മാർക്യൂസിന്റെ കയ്യിൽ ഒരു കുരങ്ങന്റെ പാവയും ബാക്ക് പാക്കും ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ഡോറ മാർക്യൂസിനോട് കെന്നി ചോദിച്ചു. പക്ഷെ ആ ഒരു കുട്ടി ഒന്നിനും മറുപടി പറഞ്ഞില്ല. മൈഗ്രേഷൻ ക്യാമ്പിന്റെ ലീഡറായിരുന്ന സാറ എന്ന വ്യക്തിയോട് കെന്നി ഡോറയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ സാറ പറഞ്ഞത് ഡോറ മാർക്യൂസ് ഇവിടെ തനിച്ചാണെന്നും പേരൻസ് എവിടെയാണെന്ന് അറിയില്ല എന്നുമാണ്. ഡോറയുടെ അച്ഛൻ നേരത്തെ മരിച്ചു പോയിരുന്നു. അമ്മ എവിടെയാണെന്ന് അറിയില്ല. ഡോറയുടെ കയ്യിലുള്ള ബാക്ക് പാക്കിൽ അമ്മയുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അതുപോലെ അമ്മ എവിടെയാണെന്നും അറിയില്ല. ഒരു ദിവസം അവർ കോളുകൾ അറ്റൻഡ് ചെയ്യുമെന്നാണ് ക്യാമ്പിലുള്ളവരുടെ പ്രതീക്ഷ. കെന്നിക്ക് അങ്ങനെ ഡോറയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടായി. കെന്നി ഒരു ദിവസം ഡോറയെ സാറയ്ക്കൊപ്പം വീട്ടിലേക്ക് കൊണ്ടുവന്നു. കഴിക്കാൻ സ്വീറ്റ്സ് എല്ലാം മേടിച്ചു കൊടുത്തു. അങ്ങനെ ഇവർ പതുക്കെ പതുക്കെ കമ്പനിയായി മാറി. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഡോറയുടെ കയ്യിലുള്ള കുരങ്ങന്റെ പാവയെ പറ്റി കെന്നി ചോദിച്ചു. ഡോറ പറഞ്ഞത് തനിക്ക് ചെറുപ്പത്തിൽ ഒരു അനിയനുണ്ടായിരുന്നു. ഡിയാഗോ എന്നായിരുന്നു പേര്. കാർട്ടൂണിലും ഒരു ക്യാരക്ടറുണ്ട്. ചെറുപ്പത്തിലെ ഡിയാഗോ മരിച്ചുപോയി. ഡിയാഗോക്ക് ജന്മന പല അസുഖങ്ങളുണ്ടായിരുന്നു. 3 വയസ്സിലാണ് ഡിയാഗോ മരണപ്പെട്ടത്. ഡിയാഗോന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഡോറ ഈ ഒരു പാവയെ കൊണ്ടുപോകുന്നത്. അതുപോലെ ഡോറയുടെ ബാക്ക് പാക്കിൽ ഒരു മാപ്പും ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി കെന്നി ചോദിച്ചപ്പോൾ ഡോറ പറഞ്ഞത് തന്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന്റെ ആ ഒരു മാപ്പാണെന്നാണ്. അങ്ങനെ ഡോറയും കെനിയും നല്ല ഫ്രണ്ട്സായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കെനിക്ക് വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങി. ഡോറയെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ക്ലാസ്സിലിരുന്നു കൊണ്ട് കെനി ചിന്തിച്ചത്. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഡോറയെ അന്വേഷിച്ചുകൊണ്ട് ആരും തന്നെ ക്യാമ്പിൽ വന്നില്ല. മാത്രമല്ല ഡോറയുടെ വീട്ടിലേക്ക് വിളിക്കുന്ന കോളുകൾക്ക് ഒട്ടും തന്നെ റെസ്പോണ്ട് ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും കെനി ഡോറയെ കാണുന്നതിനായി രാവിലെ വരുമായിരുന്നു. ഒരു ദിവസം കെനി വന്നത് ഒരു ഗുഡ് ന്യൂസുമായാണ്. അതായത് ഡോറയെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല ഫാമിലി വന്നിട്ടുണ്ട്. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ഡോറയെ അഡോപ്റ്റ് ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷെ ഇത് പറയാനായി കെനി ഡോറയുടെ അടുത്ത് വന്നപ്പോൾ ഡോറയുടെ മുഖത്ത് ഒരുപാട് പാടുകൾ ഉണ്ടായിരുന്നു. മുറിവേറ്റ പാടുകൾ. എന്ത് പറ്റിയെന്ന് കെനി ചോദിച്ചു. അപ്പോൾ ഡോറ പറഞ്ഞത് ആ ക്യാമ്പിൽ ഒരു ചെറുക്കനുണ്ട്. അവൻ ഡോറയുടെ ബാക്ക് പാക്ക് മോഷ്ടിക്കാൻ നോക്കി. ഇത് തടയാനായി ഡോറ ശ്രമിച്ചപ്പോൾ അവൻ ഡോറയെ ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഡോറയുടെ കയ്യിലുണ്ടായിരുന്ന പാവയെ ചെറുക്കൻ വലിച്ചു പറിച്ചു കളഞ്ഞു. പക്ഷെ ഇവരുടെ ശബ്ദം കേട്ട് സെക്യൂരിറ്റി ഗാർഡ് വന്നപ്പോൾ ഡോറ ഉറങ്ങിയതുപോലെ അഭിനയിച്ചു കിടക്കുകയായിരുന്നു. കാരണം ഈ ചെറുക്കനെ ഡോറയ്ക്ക് പേടിയായിരുന്നു. സെക്യൂരിറ്റി ഗാർഡ് പോയപ്പോൾ ഈ ചെറുക്കൻ വീണ്ടും ഡോറയെ ചവിട്ടുകയും തല്ലുകയും ചെയ്തു. കെനി ആ ചെറുക്കനെ നേരിട്ട് കാണുകയാണ്. അവനെ കണ്ടപ്പോൾ തന്നെ ഒരു ഭ്രാന്തനാണെന്ന് കെനി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ ഇതിനെപ്പറ്റിയൊന്നും തന്നെ കെനി ആ ചെറുക്കനോട് നേരിട്ട് ചോദിച്ചില്ല. ഇനി ഇതിന്റെ പേരിൽ ആ ചെറുക്കൻ വീണ്ടും ഡോറയെ ഉപദ്രവിക്കുമെന്ന് കരുതി. ഈ സമയം സാറയുടെ ഡ്യൂട്ടി ക്യാമ്പിൽ കഴിഞ്ഞിരുന്നു. ഇതുകൊണ്ട് തന്നെ ക്യാമ്പിൽ ഡ്യൂട്ടിയുള്ള മറ്റാളുകളോട് ഈ ഒരു കാര്യം പറഞ്ഞു. ഡോറയെയും സൈക്കോ ചക്കനെയും ക്യാമ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനാണ് കെനി അവരോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ക്യാമ്പിൽ ആരും തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചതേയില്ല. പതുക്കെ പതുക്കെ കെനിക്ക് കോളേജിലെ അസൈൻമെന്റ് തിരക്കുകൾ കൂടി വന്നു. കെനിക്ക് ഡോറയെ കാണുവാനായി ക്യാമ്പിലേക്ക് പോവാനേ കഴിഞ്ഞില്ല. കെനിയുടെ അസൈൻമെന്റ് കൂടുന്നത് പോലെ തന്നെ ഓരോ ദിവസം കൂടുന്തോറും ഡോറയുടെ മുഖത്തെ പാടുകളും കൂടി വന്നു. ഒരു ദിവസം കെനി ക്ലാസ്സിലിരിക്കുമ്പോൾ കെനിക്കൊരു കോള് വരികയാണ്. ഡോറ മാർക്യൂസ് എന്ന കുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു കോള്. ഇന്നലെ ഡോറ മാർക്യൂസ് ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. ഇന്ന് ഡെഡ് ബോഡി കണ്ടെത്തിയെന്നുമായിരുന്നു ആ ഒരു കോളിൽ പറഞ്ഞത്. മരണകാരണം ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് കെനി കോളേജിൽ ഗ്രാജുവേറ്റ് ആയി. കെനിയുടെ ക്ലാസ്മേറ്റായ ക്രിസ് ഗ്രിഫോർഡിനോടൊപ്പം ഡോറ കാർട്ടൂൺ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. നമ്മൾ ഡോറ കാർട്ടൂൺ നോക്കിയാൽ ഡോറയുടെ ബ്രദറായ ഡിയാഗോ എന്ന ക്യാരക്ടർ ഉണ്ട്.
അതുപോലെ ഡോറ മാർക്യൂസിന്റെ കയ്യിലുള്ള പാവ ബുജി എന്ന ക്യാരക്ടറായിട്ടുണ്ട്. മാപ്പും ബാക്ക് പാക്കും ഉണ്ട്. ഇത് വെറും ഒരു കോൺസ്പിറൻസി തിയറിയാണ്. ഡോറ കാർട്ടൂണിന് പിന്നിൽ ഏറ്റവും ഫേമസ് ആയ 3 തിയറി ഉണ്ട്. രണ്ടാമത്തെ സ്റ്റോറി നടക്കുന്നത് 1980-ലാണ്. ഇവിടെ ഡോറ എന്ന കുട്ടി താമസിച്ചിരുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അച്ഛനും അമ്മയും മുത്തശ്ശിയും അടങ്ങുന്ന ചെറിയൊരു ഫാമിലി. ഡോറ എന്ന ഈ പെൺകുട്ടി എപ്പോഴും നല്ല ആക്റ്റീവായിരുന്നു. കാർട്ടൂണിൽ കാണുന്നത് പോലെ ആരോടും പറയാതെ പല പല സ്ഥലങ്ങളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനായി പോകുമായിരുന്നു. കാർട്ടൂണിൽ ഫ്രണ്ട് ബുജിയാണെങ്കിൽ ഇവിടെ ഒരു നായ്ക്കുട്ടിയാണ്. ഡോറയ്ക്കൊരു പെറ്റുണ്ടായിരുന്നു. ഡോറ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ഇങ്ങനെ പോകുന്നതിൽ മാതാപിതാക്കൾ വിലക്കിയിരുന്നില്ല. ഒരു ദിവസം ഡോറയും പെറ്റും കാട്ടിൽ പതിവ് പോലെ കളിക്കാൻ പോയി. ഇത്തവണ ഈ ഒരു കുട്ടി കാട്ടിലേക്ക് കൂടുതൽ കയറി ചെല്ലുകയും തിരിച്ചു വരാനുള്ള വഴി മറന്നു പോവുകയും ചെയ്തു. കാട്ടിൽ വെച്ച് പല ശബ്ദങ്ങൾ കേട്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു നരി ഇവരുടെ അടുത്തേക്ക് വരികയും കാർട്ടൂണിലും ഒരു നരിയുണ്ട്. അത് പക്ഷേ മണ്ടനായ നരിയാണ്. ഇവിടെ വന്നത് ഒരു യഥാർത്ഥ സീരിയസ് നരി. ഇത് ഡോറയെ അറ്റാക്ക് ചെയ്തു. ഡോറയുടെ പെറ്റി ഡോറയെ സഹായിക്കാൻ ശ്രമിച്ചുവെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഡോറയെ കാണാതായപ്പോൾ നാട്ടുകാരും വീട്ടുകാരും അന്വേഷിച്ചിറങ്ങി. കുറച്ചകലെയായി കാട്ടിൽ നിന്നൊരു കരച്ചിൽ കേട്ടു. ഏതു ഭാഗത്തു നിന്നാണ് കേട്ടതെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനായില്ല. ആ ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും വളരെയധികം വൈകി. അവിടെ കണ്ടെത്തിയത് ഡോറയുടെയും പെറ്റിന്റെയും ഡെഡ് ബോഡീസ് ആയിരുന്നു. നമ്മൾ കാർട്ടൂൺ നോക്കുകയാണെങ്കിലും ഇവിടെയും വില്ലനായി വരുന്നത് നരി തന്നെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ തിയറി നോക്കാം. ഇവിടെയും ഡോറ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ഈ ഒരു കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടായിരുന്നു. നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥ. ഡോറയുടെ പേരൻസ് ഈ ഒരു കുട്ടിക്ക് ഒരു ഗൈഡ് ഡോഗിനെ വാങ്ങിച്ചു കൊടുത്തു. ഇതുപോലെ GPS ട്രാക്കർ ഘടിപ്പിച്ച ഒരു ബ്രേസ്ലെറ്റും കൊടുത്തിരുന്നു. ഡോറ എവിടെ പോകുന്നു എന്ന് കണ്ടെത്താനാണ് ഇതെല്ലാം പേരൻസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റോറിയിൽ ഡോറ ചെറുപ്രായത്തിലെ മരിച്ചുപോയി. അങ്ങനെ ഡോറയുടെ പേരൻസ് ഈ ഒരു വിഷമത്തിൽ ഇമാജിനേഷനിൽ സ്റ്റോറി ഉണ്ടാക്കി ഡോറയുടെ ക്രിയേറ്ററിന് കൈമാറി എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ 3 സ്റ്റോറിയും വെറും കോൺസ്പിറൻസി തിയറീസ് ആണ്. ഡോറ ഒരു അമേരിക്കൻ കാർട്ടൂണാണ്. നമ്മൾ പറഞ്ഞ തിയറീസിൽ അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ആയ തിയറിയാണ് ആദ്യത്തെ തിയറി. ഇതിൽ കെനി എന്ന വ്യക്തി ഡോറ കാർട്ടൂൺ ക്രിയേറ്ററായ ക്രിസ് ഗിഫോർഡിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ക്ലാസ്മേറ്റ് ഉള്ള കാര്യം ഇദ്ദേഹം തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഡോറ കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ 3 വ്യക്തികൾ ചേർന്നാണ്. ക്രിസ് ഗ്രിഫോർഡ്, വെലറി വാലിൻ, എറിക് വെയ്നർ. ഈ 3 പേരുമാണ് ആ വ്യക്തികൾ. എവിടെയും കെനി എന്ന വ്യക്തിയില്ല. ഏതൊരു ഫേമസ് കാർട്ടൂൺ നോക്കിയാലും, ഉദാഹരണം ഷിൻചാൻ, ഡോറേമോൻ, ഇതിനു പിന്നിലെല്ലാം തന്നെ ആരൊക്കെയോ ചേർന്ന് എന്തെങ്കിലും ഒരു സാഡ് തിയറി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ചില കാർട്ടൂണുകൾക്ക് തിയറീസ് അല്ലാതെ തെളിവുകളുള്ള ഒറിജിനൽ ബാക്ക് സ്റ്റോറി ഉണ്ട്. എന്തു തന്നെയായാലും നമ്മൾ പറഞ്ഞ ഡോറ കാർട്ടൂണിന്റെ തിയറിയല്ല, ഏതോ സൈക്കോ പിള്ളേരുണ്ടാക്കിയതാവാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി കാണാം.